ഇല്ല, ഇപ്പോൾ ഇന്നത്തെ ക്യാബിനറ്റ് രവീന്ദ്ര ചന്ദ്രശേഖരനെ DGP ആയി തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല സർവീസ് റെക്കോർഡുകളെല്ലാം പരിശോധിക്കുമ്പോൾ വിവിധ ജില്ലകളിൽ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് സുദീർഘമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുറ്റാന്വേഷണ രംഗത്തും ലോ ആൻഡ് ഓർഡറിൻ്റെ രംഗത്തും അഡ്മിനിസ്ട്രേഷൻ്റെ രംഗത്തും ഒരു പോലീസ് ഓഫീസർ സ്വാഭാവികമായിട്ട് ഔദ്യോഗികൃത്യത്തിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഒന്ന്, ലോ ആൻഡ് ഓർഡർ മാനേജ് ചെയ്ത അനുഭവ സമ്പത്ത്. 2, പ്രധാനമായും കുറ്റാന്വേഷണ രംഗത്തെ മികവ്. 3, അഡ്മിനിസ്ട്രേഷൻ. ഈ 3 കാര്യങ്ങളാണ് പോലീസ് ഓഫീസറെ കുറിച്ച് പൊതുവിൽ പരിഗണിക്കുക. അപ്പോൾ ലിസ്റ്റ് വന്നപ്പോൾ പൊതുവിലത് പരിഗണിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സർവീസ് റെക്കോർഡോടുകൂടി വിവിധ ജില്ലകളിൽ സേവനം അനുഷ്ഠിച്ച് പ്രവർത്തിച്ച് കുറ്റാന്വേഷണ രംഗത്തും ലോ ആൻഡ് ഓർഡർ രംഗത്തും മികവ് പ്രകടിപ്പിച്ച ഈ 3 പേരിൽ ഒരാൾ രവീന്ദ്ര ചന്ദ്രശേഖരനാണെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ DGP ആയി ഐകകണ്ഠേന ക്യാബിനറ്റ് തീരുമാനിച്ചു. യെസ്, വേറെ വിഷയങ്ങൾ, വിവാദങ്ങൾ വേറെ നോക്കാം.